അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ ഏകദേശം 2 വർഷമായി കടുത്ത അടിച്ചമർത്തൽ നടപടികളാണ് നേരിടുന്നത്. അറസ്റ്റ്, അച്ചടക്ക നടപടികൾ, രാഷ്ട്രീയ ആക്രമണങ്ങൾ, നാടുകടത്തൽ ശ്രമങ്ങൾ എന്നിവ കൊണ്ട് അവരെ അമർച്ച ചെയ്യാനായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമം. എന്നാൽ അതേ ക്യാമ്പസിൽ നിന്ന് ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വിദ്യാർത്ഥി US കോൺഗ്രസിലേക്ക് ചുവടെടുത്തു വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ രാഷ്ട്രീയ മുന്നേറ്റം എന്താണ് അമേരിക്കൻ സമൂഹത്തെക്കുറിച്ച് നൽകുന്ന സൂചന? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഡാരിലീസ അവീല ഷെവേലിയർ ഗസയിലെ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാൾ. ട്രംപ് ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾ നേരിട്ടവരിൽ ഒരാൾ എന്നുകൂടി അർത്ഥമുണ്ട് ആ പേരിന്. അത്രമാത്രം വലിയ നിയമ നടപടികളായിരുന്നു ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ അമേരിക്കൻ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പ്രതിഷേധിച്ചതിന്റെ പേരിൽ അനധികൃത അറസ്റ്റും നാടുകടത്തൽ ഭീഷണിയുമെല്ലാം ഈ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അതിൽ നിന്നൊരാൾ US കോൺഗ്രസിലേക്ക് നടന്നെടുക്കുകയാണ്. അതിന്റെ ആദ്യ പടിയെന്നോണം ന്യൂയോർക്കിലെ ഒരു കോൺഗ്രസ് സീറ്റിലേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഡാരിലീസ വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ ഡാരിലീസ പ്രചാരണം ആരംഭിക്കുമ്പോൾ ആക്ടിവിസ്റ്റ് സർക്കിളുകൾക്കപ്പുറത്തേക്ക് ആർക്കും അറിയുന്നൊരു മുഖമായിരുന്നില്ല അവരുടേത്. പക്ഷേ അവർ തന്റെ രാഷ്ട്രീയ പ്രചാരണവുമായി മുന്നോട്ട് പോയി. കുടിയേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഫലസ്തീനിലെ വംശഹത്യക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്കായിരുന്നു ഡാരിലീസ സ്വയം പരിചയപ്പെടുത്തിയത്. അപ്പോഴും ഡാരിലീസയുടെ വിജയം ആരും പ്രവചിച്ചിരുന്നില്ല. എന്നാൽ ഫലം വന്നപ്പോൾ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുതിർന്ന കോൺഗ്രസ് അംഗം അഡ്രിയാനോ എസ്പൈലറ്റിനെ പരാജയപ്പെടുത്തി ഡാരിലീസ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് നടത്തിയത്. ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനിയുടെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ മത്സരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഡാരിലീസയുടെ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ വലിയ രാഷ്ട്രീയ മാനമുള്ള ഒന്നാണെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലിനുള്ള നിരുപാധിക പിന്തുണയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഇടിവിന്റെ സൂചനയാണിതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്, പ്രത്യേകിച്ചും പുരോഗമന വോട്ടർമാർക്കിടയിൽ. ഡാരിലീസയുടെ വിജയത്തെ രാഷ്ട്രീയ ഭൂകമ്പം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഡാരിലീസയ്ക്ക് പുറമെ മംദാനി പിന്തുണച്ച മറ്റ് 2 സ്ഥാനാർത്ഥികളും ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വിജയിച്ചിട്ടുണ്ട്. ഇവർ 3 പേരും നവംബറിൽ നടക്കാനിരിക്കുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഫലസ്തീൻ അവകാശങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഇനി മുതൽ ഒരു രാഷ്ട്രീയ ബാധ്യത അല്ല എന്നതാണ് തന്റെ വിജയം തെളിയിക്കുന്നത് എന്നാണ് ഡാരിലീസ പറയുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തെയാണ് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് നിരീക്ഷകരും അടിവരയിടുന്നുണ്ട്. ഇസ്രായേലിനെതിരായ വിമർശനത്തെ വളരെ കാലമായി അസ്വീകാര്യമായി കണ്ടിരുന്ന അമേരിക്കൻ രാഷ്ട്രീയ സ്ഥാപനത്തിനേറ്റ തിരിച്ചടിയാണ് ഡാരിലീസയുടെ വിജയമെന്നും നിരീക്ഷണങ്ങളുണ്ട്. ഈ മാറ്റം ന്യൂയോർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അമേരിക്കയിലുടനീളം പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് വോട്ടർമാർക്കിടയിൽ ഇസ്രായേലിനുള്ള പിന്തുണ കുറഞ്ഞു വരികയാണെന്ന് സമീപകാല അഭിപ്രായ സർവേകൾ തെളിയിക്കുന്നുമുണ്ട്. പെൻസിൽവാനിയയിലെ ക്രിസ് റാപ്പ്, ന്യൂജേഴ്സിയിലെ ഹാദം ഹമാവി തുടങ്ങിയ മറ്റ് ഫലസ്തീൻ അനുകൂല സ്ഥാനാർത്ഥികളുടെ വിജയങ്ങളും ഈ രാഷ്ട്രീയ പ്രവണത വ്യാപിക്കുന്നതിന് തെളിവായി അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇതെല്ലാം ഇസ്രായേലിനോടുള്ള US നയത്തിനെ സ്വാധീനിക്കുന്ന തരത്തിൽ വലിയൊരു മുന്നേറ്റമായി മാറിയേക്കുമെന്നും പ്രത്യാശ വയ്ക്കുന്നുണ്ട് അവർ.